എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന ഇതുപോലത്തെ അരിപ്പയില്ലേ, ഇത് ചിലപ്പോൾ പഴയതാകുമ്പോൾ നമ്മൾ കളയാറുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഒരു റിങ്ങിൻ്റെ സൈഡൊക്കെ തുരുമ്പ് പിടിച്ചു, അതുപോലെ ഇതിൻ്റെ നിറമൊക്കെ ആകെ മങ്ങിയപ്പോൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയൂസ് ഐഡിയ ആണ് ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ ഒരു അരിപ്പ കാണുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ കളഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, പൊട്ടിയിട്ടോ അല്ലെങ്കിൽ കീറിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ അരിപ്പ കേടാവുമ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ നമുക്കധികം പറഞ്ഞ് നീട്ടാണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ചാക്കുവള്ളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ വില കുറവിന് കുറേ കിട്ടുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അരിപ്പ് എടുക്കാം, എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചിട്ട് ചുറ്റിനും ഒന്ന് റൗണ്ടിൽ ചുറ്റിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ആദ്യം ഒന്ന് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗമ്മ് വെച്ചിട്ടായാലും ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് കുറച്ച് ക്ഷമയോടുകൂടി ഇങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുത്താലും മതി, അപ്പോഴും ഭംഗിയായിരിക്കും. ആദ്യം തുടക്കം മാത്രമേ നമുക്ക് പശയുടെ ആവശ്യമുള്ളൂ, പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്താൽ മതി. പിന്നെ ലാസ്റ്റും അതുപോലെ ഈ ഒരു ത്രെഡ് കഴിയുമ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ അടുത്തത് വീണ്ടും ഒട്ടിച്ചിട്ട് തുടങ്ങുക കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ ചുറ്റിയെടുത്തു. അപ്പോൾ ഒന്നിൻ്റെ മുകളിലൂടെ ഒരു ത്രെഡ് വരാണ്ട് പതുക്കെ പതുക്കെ സൂക്ഷിച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതുപോലെ 2 കാർഡ്ബോർഡിൻ്റെ പീസും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും ഞാൻ ഈ 2 കാർഡ്ബോർഡിൻ്റെ പീസും കൂടി ഇതേപോലെ തന്നെ ത്രെഡ് ചുറ്റിയെടുക്കുകയാണ്. അരിപ്പയിൽ ചുറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് കേട്ടോ ഇതിൽ ചുറ്റാനായിട്ട്. പേപ്പറിൻ്റെ പീസിൽ അത് വേഗം തന്നെ തീരും. അതിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ നമ്മൾ 3 തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ലേസ് എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ ആണെങ്കിൽ അതായാലും മതി, കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലേസ് വെച്ചിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ച് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസില്ലേ അതിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു സൈഡിൽ മാത്രം ആക്കിയാൽ മതി കേട്ടോ. നീളം കുറച്ച് കൂടുതലുള്ള ഭാഗത്താണ് ഞാൻ ആക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അരിപ്പ ഒട്ടിക്കുന്നതിനേക്കാളും മുമ്പ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വീതിയൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അത് പറയാൻ വിട്ടതാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് അളവ് നോക്കിയിട്ട് ആ ഒരു വീതിക്ക് അനുസരിച്ചിട്ട് ഈ ഒരു കാർഡ്ബോർഡിൽ നിന്ന് 2 പീസുകൾ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നോക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി ഇങ്ങനെ കാർഡ്ബോർഡിൻ്റെ പീസ്. അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് വെച്ച് അളന്ന് നോക്കിയിട്ട് അരിപ്പയുടെ അളവ് മനസ്സിലാക്കണം. താഴെ ഭാഗം റൗണ്ട് കുറവാണ്, മറ്റേ മുകളിലത്തെ ഭാഗം കുറച്ചും കൂടെ റൗണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ചരിച്ച് കട്ട് ചെയ്ത് കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ വെട്ടിയെടുത്തിട്ട് വെച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അളവെടുത്തിട്ട് അത് നോട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ കുറച്ചിങ്ങനെ ചരിഞ്ഞിട്ട് കേട്ടോ, നേരെയുള്ള വര പോലെയല്ല കട്ട് ചെയ്യേണ്ടത്. നമുക്കിത് അരിപ്പയുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. കറക്റ്റ് ഇങ്ങനെ പാകത്തിന് ഇരിക്കണം. അപ്പോൾ അതിന് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. വെച്ച് നോക്കുമ്പോൾ അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് വെച്ച് നോക്കി ശരിയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ 2 രീതിയിൽ 2 ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. ഒന്ന് കുറച്ച് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ഇത് രണ്ടും ഈ രീതിയിലാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ആ ഒരു ത്രെഡ് ചുറ്റിയിട്ടുള്ള ബാക്കി ഭാഗം നോക്കാം. ഇനി നമുക്ക് സൈഡിലൊക്കെ ഒന്ന് ഗമ്മാക്കിയിട്ട് ആ അരിപ്പേൻ്റെ ഉള്ളിൽ ഇത് നന്നായിട്ടൊന്ന് ഫിക്സ് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇത്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത പീസുകളായതുകൊണ്ടാണ് ഇങ്ങനെ പറ്റണത്. അപ്പോൾ ഏത് ഭാഗത്താണ് ഒട്ടിക്കാൻ ഉദ്ദേശിച്ചത് ആ ഭാഗത്തിൻ്റെ ഒരു അളവിലായിരിക്കണം കാർഡ്ബോർഡ് രണ്ടും തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്.
കണ്ടില്ലേ, ഇപ്പോൾ അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ചെറിയ ആണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹുക്കിലൊക്കെ കൊളുത്തിയിടുകയാണെങ്കിൽ നല്ലൊരു ഓർഗനൈസറായിട്ട് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാണുമ്പോഴും നല്ലൊരു ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു ഷോ പീസ് പോലെ ഭംഗിയുള്ള എന്തെങ്കിലും ചെറുതൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടും നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അരിപ്പയുടെ ഈ ഒരു റിങ് പോലത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. എൻ്റെ ഈ നെറ്റുകളൊന്നും അങ്ങനെ കീറിയിട്ടില്ല. എൻ്റെ സൈഡിലുള്ള റിങ്ങിനാണ് ആകെ ഒരു തുരുമ്പ് വന്നിട്ടൊക്കെ ഉള്ളത്. എന്തായാലും കുറച്ച് നാൾ എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നെറ്റ് കീറിയിട്ടുണ്ടെങ്കിൽ നെറ്റൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ആ ഒരു റിങ് മാത്രമാക്കിയിട്ട് എടുക്കുക. ഇനി ഇതുപോലെ കുറച്ച് ബലത്തിലുള്ളൊരു നൂലെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ നൂല് അത്ര ബലമുള്ളതൊന്നുമല്ല. തൽക്കാലം ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ഒരു 6 പീസ് എടുക്കുക കേട്ടോ, ഇതുപോലത്തെ നൂല്. എന്നിട്ട് ഓരോ നെറ്റിൻ്റെ റിങ്ങുകളും തമ്മിൽ ഒരേ അകലത്തിൽ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു തട്ട് പോലെ വരുന്ന ഒരു രീതിക്ക് വെച്ചിട്ട് കേട്ടോ, തുല്യമായിട്ടുള്ള ഒരു അകലം വെച്ചിട്ട് ഇതിങ്ങനെ കോർത്തെടുത്തിട്ട് 3 തമ്മിലൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും. ഇവിടെ ഞാൻ ആ ഒരു ഒന്നാമത്തെ നെറ്റിനെ ഒന്നിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്, ആ ഒരു കമ്പിമ കൂടെ കേട്ടോ. ആ ഒരു പെന്ന് വെച്ചിട്ട് ഞാനൊരു ചെറിയ ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഓർത്തെടുത്തിട്ടാണ് കെട്ടിയത്. ഇനി രണ്ടാമത്തേലേക്ക് അതിൽ നിന്നൊരു കണക്ഷൻ കൊടുക്കുക. അവിടെയും ഒരു ചെറിയ ഹോള് പോലെ ഒന്ന് അകത്തി കൊടുക്കുക. ആ നെറ്റുകളൊന്ന് അകത്തി കൊടുത്തിട്ട് ഈ നൂല് അതിലേക്ക് ഓർത്തിട്ട് അവിടെ ഒന്ന് കൂട്ടിക്കെട്ടുക. ഇപ്പോൾ 1, 2 തമ്മിൽ കണക്റ്റായി. ഇനി 2, 3 തമ്മിൽ അതുപോലെ തന്നെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ 3 സൈഡിൽ നിന്നും ഒന്ന് ശരിക്കൊരു തട്ട് പോലെ നിൽക്കണത് നമ്മൾ നിവർത്തുമ്പോൾ 3 ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ കറക്റ്റ് വേണം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലത്തെ ക്ലിപ്പുകൾ ഇങ്ങനെ ആ ഒരു റിങ്ങിൽ കെട്ടിയിടാം. അപ്പോൾ ഒരു 4, 5 ഒക്കെ എന്തായാലും ഇടാം. ഞാനിപ്പോൾ എല്ലാത്തിലും ഒരു 3 വീതം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു മഴക്കാല സമയത്തൊക്കെ തുണികളൊക്കെ ഉണക്കാനൊക്കെ അകത്തിടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പിൽ തൂക്കിയിട്ട് കുഞ്ഞു തുണികളൊക്കെ അങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വേണമെങ്കിൽ ആ ഒരു നെറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടിയിടുകയാണെങ്കിൽ നന്നായിട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോന്നും വേറെ ആക്കിയിട്ടും ഇടാം കേട്ടോ. ഇതാകുമ്പോൾ സ്ഥലം കുറച്ച് ലാഭിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് ഞാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും ഒരു ഉപയോഗമാവും. ഇതുപോലെ തന്നെ ഒരു ഐഡിയ ഞാൻ പഴയ ഫാൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഫാനൊക്കെ കേടാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പഴയ അരിപ്പ വെച്ചിട്ട് കാണിച്ചു തന്ന 2 ഐഡിയാസും എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ എന്തായാലും ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ ഐഡിയാസും റെസിപ്പീസും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. പിന്നെ എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ഹായ് കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്